ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മുടെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ രേണുസുതി തന്നെയാണ് കേട്ടോ. രേണുസുതി എന്നും ഓരോരോ പ്രശ്നങ്ങളാണ് പുള്ളിക്കാർക്ക്. എന്താണെന്നറിയില്ല, അവരുടെ കൂടെ അവർക്ക് ഇത്രയും ശത്രുത, ഇത്രയും എന്താണെന്നറിയില്ല. അവരുടെ കുടുംബക്കാർക്കും കൂടി ഇത്ര ശത്രുത ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അത്രയും ശത്രുതയാണ് ഈ വ്ളോഗർമാരും മീഡിയക്കാരും കൂടുതൽ അവർ പുറകെ നടക്കുന്നത്. അവരിനെ അത്രയും ശല്യം ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ അതാ വേറൊരു പ്രശ്നം, ഷൂട്ടിംഗ് ഉണ്ട്, ആൽബത്തിൻ്റെ ഷൂട്ടിംഗ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റൂമിലേക്ക് കൊണ്ടുപോയി ഒരു കുഞ്ഞു ഡ്രസ്സ് ഇടാൻ നിർബന്ധിച്ചു. പിന്നെ അതുപോലെ തന്നെ ആ ഡ്രസ്സ് ഇട്ടിട്ട് കട്ടിലിൻ്റെ മേലെ കിടന്ന് പൊക്കിളിൽ മുന്തിരി വെച്ച് കടിച്ചെടുക്കണ സീൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. രേണുസുതി അതിനൊന്നും സമ്മതിച്ചില്ല. ഞാൻ ചെയ്യാൻ പറ്റില്ല, എനിക്ക് അങ്ങനെയുള്ള സീൻ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് രേണുസുതി അവിടുന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഒരു റൂമിൻ്റെ ഉള്ളിൽ അടച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് പറഞ്ഞത്. മീഡിയക്കാരെല്ലാം പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. രേണുസുതി ഒരുപാട് ബഹളം വെച്ചു എന്നൊക്കെയാണ്, രേണു തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. പിന്നെ ഇതിൻ്റെ പുറകെ വേറെ ആരൊക്കെയോ കൊട്ടേഷനായിട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അത് രേണുസുതി അതിൽ ഇന്ന ആളുടെ പേര് പറയുന്നുണ്ട്. അതൊരു യൂട്യൂബ് വ്ളോഗറാണ് ചെയ്തത്. അപ്പോൾ പറയുന്നുണ്ട്, പേരും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നമ്മളത് പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ രേണുസുതിൻ്റെ പുറകെ നടക്കുന്ന ഓരോരോ പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ദിവസം ഓരോരോ പ്രശ്നങ്ങളായിട്ടാണ് രേണുസുതിനെ എല്ലാവരും എടുത്തുന്നത്. എല്ലാവരും കേട്ടോ, ഒരാൾ മാത്രമല്ല, കൂടുതൽ ആൾക്കാർ റീച്ചിന് വേണ്ടിയിട്ടാണ് കൂടുതലും ചെയ്യുന്നത് തന്നെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒന്ന് കിച്ചുവിൻ്റെ പ്രശ്നം കഴിയുമ്പോഴേക്കും അടുത്തത് ഇപ്പോൾ ഈ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഈ റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ഈ മാതിരിയുള്ള വീഡിയോസ് എടുക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെയൊക്കെയുള്ള വീഡിയോസും കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എവിടെ കൊണ്ട് അവസാനിക്കും എന്താണെന്നറിയില്ല. അവരിന് അത്രയും ഒരുപാട് അവൻ്റെ പുറകെ അവരിനെ അങ്ങനെ നാറ്റിക്കണം എന്നൊരു രീതിയിലുള്ള ആൾക്കാരാണ് കൂടുതലും. അങ്ങനെയാണ് ഇടുന്നത്. പിന്നെ ഓരോ ആൾക്കാരുടെ ഓരോ വീഡിയോസിൽ കാണാം വിധവ എന്തോ ഒരു നിക്കർ വിധവ, അങ്ങനെ എന്തൊക്കെയൊക്കെയോ പേരും കാര്യങ്ങളും. എന്താ ഈ വിധവ എന്ന് പറയുമ്പോൾ അല്ലേ റീച്ചിന് വേണ്ടി ഹെഡിങ് കൊടുക്കുന്നത് ഇതാണ്. എന്തിനാ ഇതിൻ്റെയൊക്കെ ആവശ്യമല്ലേ? കഷ്ടം തന്നെ. എന്നാലും ഒരു ഭർത്താവില്ലാത്തൊരു സ്ത്രീയാണ് പറഞ്ഞിട്ട് നിക്കർ വിധവ, എന്തൊക്കെയൊക്കെയോ കുറേ ഇതാണ് ആൾക്കാർ കൊടുക്കുന്നത് തന്നെ. ഓക്കെ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ബാഡ് കമൻ്റ് ആയിട്ട് ആരും പേര് എഴുതി കണ്ടോ. രേണുസുതിനെ ഇഷ്ടമില്ല പറഞ്ഞിട്ട് ആരും എൻ്റെ വീഡിയോസിൻ്റെ താഴെ ബാഡ് കമൻറ്റ് ഇടരുത്.